Is medical coding a right career for you? ഒരുപാട് ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ ആണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന കരിയറിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ നിന്നും മെഡിക്കൽ കോഡിംഗ് എന്നൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണോ വേണ്ട എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോഡിംഗ് ക്ലാസ്സസ് ചെയ്യുന്ന ട്യൂട്ടേഴ്സിനെയും അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. വെദർ ക്യാൻ ഐ സ്വിച്ച് ഓർ ക്യാൻ ഐ മൂവ് ഇൻ ടു ദിസ് മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ നിന്ന് മെഡിക്കൽ കോഡിംഗിലേക്ക് സ്വിച്ച് ചെയ്യുവാണെങ്കിലും അല്ല നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷനിലാണ് ബട്ട് നമ്മുടെ ക്ലിനിക്കൽ ഏരിയാസ് അല്ലെങ്കിൽ ഡയറക്ട് പേഷ്യന്റ് കെയറിനോട് താല്പര്യമില്ല, ബാക്ക് ആൻഡ് വർക്കിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്നുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐഡന്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെഡിക്കൽ കോഡിംഗ്. അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ മനസ്സിലാക്കിയെടുക്കുക. എന്താണ് മെഡിക്കൽ കോഡിംഗ്, എന്താണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്നുള്ളൊരു കരിയറിൽ ചെയ്യുന്ന വർക്ക്, അതുപോലെ തന്നെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്, ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ എൻഡപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഏതൊക്കെ ഫെസിലിറ്റീസിനാണ് നമ്മളെ ഹയർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമ്മൾ കൂടുതലും നമ്മൾ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിരിക്കും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്ക്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അതുപോലെ തന്നെ നമുക്ക് കുറെ ഇന്ററാക്ഷൻസ് വരും. ഇപ്പം നമ്മൾ ഒരു RCM പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് വിത്ത് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ ലൈക്ക് അതർ തെറാപ്പിസ്റ്റ്. പിന്നെ നമ്മളിപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിലാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് പേഴ്സൺസ്, അതായത് ഡിഫറെന്റ് സെക്ടറിലുള്ള വിവിധ തരം ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് നമ്മൾ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്നുള്ള കരിയർ ചൂസ് ചെയ്യുമ്പോൾ വി ആർ ഗോയിങ് ടു റൈറ്റ് ദി എക്സാം. അതിന് നമ്മളൊരു എക്സ്പെൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എവറി ഇയർ നമുക്കൊരു ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്. അതുപോലെ CUs അറ്റൻഡ് ചെയ്യുമ്പോൾ ഫ്രീ CUs കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. സോ ഇതിനെക്കുറിച്ചെല്ലാം തറവായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മെഡിക്കൽ കോഡിംഗിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾ തോന്നുവാണ്. യെസ്, ദിസ് ഇസ് the one job which I always wanted. അല്ലെന്നുണ്ടെങ്കിൽ this is my like എന്താ പറയുന്നത് my cup of tea, എനിക്കിത് സൂട്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ of course you can say an yes.